ഹമാസിൻ്റെ പ്രധാനപ്പെട്ട തലവന്മാരെ വധിച്ച ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോട്ടമിട്ടിരിക്കുന്നത് അവരുടെ ചീഫ് നെഗോഷിയേറ്റർ ആയിട്ടുള്ള ഖലീൽ അൽ ഹനിയയാണ്. നമുക്കറിയാം, യഹിയ സൻവാറിനെയും അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയും ഒക്കെ വധിച്ച അതേ രീതിയിലൂടെ, അതേ മാർഗത്തിലൂടെ തീർത്തു കളയാം എന്ന് വിചാരിച്ചെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച നേതാവാണ് ഖലീൽ അൽ ഹയ്യ. ഇപ്പോൾ ഹമാസുമായി ഒരു ഒത്തുതീർപ്പിലേക്ക് വരുമ്പോൾ അതിന് മധ്യസ്ഥത വഹിക്കാനും ഖലീൽ അൽ ഹയ്യ വന്നിരുന്നു എന്നുള്ളതാണ് ഇസ്രയേലിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി. ഇത്രയധികം ശക്തി ഉണ്ടായിട്ടും ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഹമാസിൻ്റെ പല ഡിമാൻഡുകളും അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തപ്പെട്ടിരിക്കുന്നു. അമേരിക്ക പിന്തുണയുമായി എത്തിയിട്ടുണ്ടെങ്കിലും ഇസ്രായേലിന് പരിപൂർണമായും ഗാസ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഗാസയിൽ നിന്നും അവരുടെ സൈന്യത്തെ പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഇങ്ങനെയൊന്നും ഹമാസിനെയോ ഹിസ്ബുള്ളയോ അതല്ലെങ്കിൽ ഹൂതി വിമതരെയോ തീർക്കാനോ തകർക്കാനോ ഇസ്രായേലിനെന്നല്ല അമേരിക്കയ്ക്കും കഴിയില്ല. ലോകത്ത് പല ചാലക ശക്തികളുമുണ്ട്. ഹമാസിനെയും അതുപോലെ ഹിസ്ബുള്ളയെയും അതുപോലെ തന്നെ ഈ ഹൂതി വിമതരെയും ഒക്കെ സംരക്ഷിക്കുന്ന ചാലക ശക്തികളുണ്ട്. അവരുമായി നേർക്കുനേർ യുദ്ധം ചെയ്ത് അങ്ങ് വിജയിച്ച് കളയാം എന്ന് വിചാരിക്കുന്നത് വെറും പമ്പര വിട്ടിത്തരമാണ്. അവരെയൊക്കെ ഭീകരരായി ചിത്രീകരിച്ച് ആരൊക്കെയാണോ ഇസ്രായേലിന് ഇഷ്ടമല്ലാത്തത്, പ്രത്യേകിച്ചും ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഇസ്ലാമോഫോബിയയുമായി നടക്കുന്നവരാണ്. അവർ ഇസ്ലാമിസ്റ്റ് വിരുദ്ധരാണ്. അവരുടെ നയങ്ങൾ കൃത്യമായി ലോകത്തുള്ള ഇസ്ലാമുകളെ തകർക്കുക, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെമ്മാടി രാഷ്ട്രമായാണ് അവരെ കണക്കാക്കുന്നത്. ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ഫലസ്തീൻ സ്ഥലം കൊടുത്തതിന് ഇന്നവർ അനുഭവിക്കുകയാണ്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി ഖലീൽ അൽ ഹയ്യ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ഏതൊക്കെ രീതിയിലാണ് ഇനിയും പ്രത്യാക്രമണം നടത്താൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് ഏറെക്കുറെ ധാരണയുണ്ട്. അവരുടെ ബന്ദികളെ വിട്ടുകിട്ടിയ ആ നിമിഷം മുതൽ തന്നെ അവർ വീണ്ടും ഞെരിപിരി കൊള്ളുകയാണ്, വളരെയധികം തരിച്ചിരിക്കുകയാണ്. എങ്ങനെയും വീണ്ടും അടുത്ത നിറയൊഴിക്കണം, അടുത്ത ഘട്ട തുടങ്ങണം എന്നുള്ള രീതിയിൽ. പക്ഷേ ആ രീതിയിലേക്ക് തുടങ്ങാനാണ് ഭാവമെങ്കിൽ ഹമാസ് ഒറ്റയ്ക്കായിരിക്കില്ല, ഇറാൻ ഒറ്റയ്ക്കായിരിക്കില്ല, ഹിസ്ബുള്ള ഒറ്റയ്ക്കായിരിക്കില്ല, ഹൂതി വിമതർ ഒറ്റയ്ക്കായിരിക്കില്ല. ഒരു വലിയ രീതിയിലുള്ള കടന്നാക്രമണം അത് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്ന് മനസ്സിലാക്കി തന്നെയാണ് നെഗോസിയേഷന് വേണ്ടി ഖലീൽ അൽ ഹയ്യ പോയിരിക്കുന്നത്.